ഈ പ്രൊമോട്ട് ചെയ്യുന്ന പറഞ്ഞ യൂണിവേഴ്സിറ്റീസ് അവർ ഒരു ബിൽഡിംഗ് മാത്രം കാണിച്ചിട്ട് 2000-3000 സ്റ്റുഡൻസിനെ അവിടെ കൊണ്ടുപോയി ഇടും. പ്രാക്ടിക്കലാണ് ഒരു ഡോക്ടറിന്റെ ബേസ് ആയിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുത്തിട്ട് ഈസ്റ്റ് യൂറോപ്പിൽ ട്രാൻസ്ഫർ മേടിച്ച് ഗ്രാജുവേറ്റ് ആയ ഡോക്ടറാണ്. സ്വന്തമായിട്ട് ഹോസ്പിറ്റൽസ് ഉള്ള യൂണിവേഴ്സിറ്റീസ് വളരെ കുറവേ ഉള്ളൂ. സോ ജോർജിയയില് ടിബിലിസിയിൽ മാത്രം എനിക്കൊന്ന് 27ഓളം യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, 33ഓളം യൂണിവേഴ്സിറ്റീസ്. ഡിഗ്രി സേക്ക് ചെയ്ത് വരുന്ന സ്റ്റുഡൻസ് ഒരു സൈഡില്, നല്ല സ്റ്റുഡൻസ് വേറൊരു സൈഡില്. ഹായ് എവരി വൺ, വെൽക്കം ടു ക്ലിക്ക് കാസ്റ്റ്. ഡോക്ടർ സൂരജ് ആണ്. ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, ഡോക്ടർ ഹിജാസ്. ഡോക്ടർ ഹിജാസ് ഒരു ജോർജിയൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആണ്. വെൽക്കം ഡോക്ടർ ടു ക്ലിക്ക് കാസ്റ്റ്. ഹൗ വാസ് ജോർജിയ? ജോർജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടർഫുൾ ഡ്രീം പ്ലേസ് ആണ്. എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്, എൻ്റെ ലൈഫിലെ ഏറ്റവും വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ച ഒരു രാജ്യം. ഐ റിയലി ലവ് ദിസ് പ്ലേസ്. എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ പ്ലേസ് യുക്രൈൻ ആണ്. യുക്രൈൻ ഇസ് ലൈക്ക് മൈ സെക്കൻഡ് ഹോം. ഒരുപാട് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടൊരു പ്ലേസ് ആണ്. ആൻഡ് ഐ കൻ റിയലി റിലേറ്റ്. ആൻഡ് നൗ ഐ എം വെരി സാഡ്. സോ ഇനി എപ്പോഴത്തേക്കാണ് ജോർജിയയിലോട്ടൊരു തിരിച്ച് പോക്കൊക്കെ? എനിക്ക് എല്ലാ വർഷവും ഒരു തവണ പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആളൊരു ട്രാവലറാണ്. അപ്പോൾ പുള്ളിക്കാരത്തി ഒരിക്കൽ ഒരു ഹൈക്കിങ്ങിന് വേണ്ടിയിട്ട് കേരളം വന്ന സമയത്ത് ഫോറിനറാണ്. പുള്ളിക്കാരത്തി ഞാൻ ചോദിച്ചു, ലൈക്ക് ഏറ്റവും ഇതുവരെ പോയതിൽ ഇനിയും തിരിച്ച് പോകണം എന്ന് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം ചോദിച്ചപ്പോൾ ആക്ച്വലി എനിക്കൊന്ന് പുള്ളിക്കാരത്തി ഒരു 55-60 കൺട്രീസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ബട്ട് അവർ ആൻസർ വാസ് ജോർജിയ. ഷീ ടോൾഡ് ഇറ്റ്സ് എ മാജിക്കൽ പ്ലേസ്. ഷീ ടോൾഡ് മീ ഒരു ജോർജിയൻ സ്ട്രീറ്റ് പ്ലസ് 1 കപ്പ് ഓഫ് കോഫി ഓർ മേ ബി 1 സ്മാക്ക് ഓഫ് ചോക്ലേറ്റ് ഈസ് ഇനഫ് എന്നാണ്. നമുക്ക് ഒരു പല രാജ്യത്ത് പോകുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും ജോർജിയയിൽ. അത് ജോർജിയയിൽ തന്നെ സ്നോ ഉണ്ട്, ഗ്രീനറി ഉണ്ട്, വാട്ടർഫോൾസ് ഉണ്ട്, മലനിരകളുണ്ട്, എല്ലാം ഒത്തിണങ്ങിയ ഒരു പ്ലേസ് ആണ് ജോർജിയ. ഇപ്പൊ നമ്മള് സബദൂരി ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അവിടേക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്രിസ്റ്റലൈസ് ട്രീസ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും സ്നോയിങ് ടൈമിൽ. ഇറ്റ്സ് വണ്ടർഫുൾ. ആക്ച്വലി ഈവൻ ജോർജിയുടെ റീൽസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ഹെവൻലി പ്ലേസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഈവൻ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ചോദിക്കാം, ഇപ്പൊ ജോർജിയ ടൂറിസം ഈസ് ആൾസോ പോപ്പുലർ. ഒരുപാട് ആൾക്കാർ ട്രാവൽ ചെയ്യുന്നുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ജോർജിയയിൽ ഇത്രയും ഒരു അറിഞ്ഞു തുടങ്ങിയത്. ഒരു വളരെ ക്യൂരിയസ് ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെ ജോർജിയയിൽ എത്തിപ്പെട്ടു? ഞാൻ ചോദിക്കാൻ കാരണം ബിക്കോസ് ഇപ്പൊ ഞാൻ യുക്രൈനിൽ പോയപ്പോൾ എനിക്കറിയാം എത്ര ഓപ്ഷന്റെ ഇടയിൽ നിന്നാണ് ഞാൻ യുക്രൈൻ ചൂസ് ചെയ്തത്. ബിക്കോസ് ദാറ്റ്സ് ഒരു ഭയങ്കര കൺഫ്യൂസിംഗ് തിങ് ആണ്. ലൈക്ക് എവരി വൺ വിൽ സേ ഇവിടെ പോ അവിടെ പോ. Then parents are confused. So how you end up in Georgia? സോ ഇത് നമ്മൾ +2 കഴിയുമ്പോൾ ഏതൊരു സ്റ്റുഡൻറ്റിനും ഉള്ളൊരു ടെൻഷൻ, സ്റ്റുഡൻറ്റിന് മാത്രമല്ല സ്റ്റുഡൻറ്റിന് കഴിഞ്ഞ് കൂടുതൽ ഫാമിലി, പേരൻറ്റ്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പം അവർക്ക് ഏറ്റവും കൂടുതൽ ഇനി എന്ത് എന്നുള്ളൊരു സംഭവം ഉണ്ട്. അപ്പം ആദ്യം ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ റിപ്പീറ്റ്. ഓഫ് കോഴ്സ് അതെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പാഷൻ, ആ ഒരു സാധനമുണ്ട്. അപ്പൊ അതുകൊണ്ട് മെഡിസിൻ എന്നുള്ളൊരു ഫീൽഡിലേക്ക് തന്നെ പോകണം എന്നൊരു ആഗ്രഹം അത് മനസ്സിൽ പണ്ടേ ഉണ്ടായിരുന്നു. അത് എനിക്ക് പേരൻസിന്. അപ്പോ ഇല്ല, ആരുമില്ല. ഫസ്റ്റ് പേരൻസ് ഇങ്ങനെ നോക്കി, ഇനി ഇന്ത്യയിൽ നോക്കണം. അപ്പൊ ഇന്ത്യയിൽ നോക്കുമ്പോഴെന്താ 1 CR എത്തിപ്പെടാൻ പറ്റാത്തൊരു സംഭവം. അപ്പൊ പിന്നെ നമുക്ക് ഓപ്ഷൻ എന്ന് പറയുമ്പോ നീറ്റ്, ആ സ്കോർ ആ ഒരു ഇതില്ല. കാരണം നല്ലൊരു ബാക്ക് സാധനമുണ്ട്. ഇപ്രാവശ്യം തന്നെ 23 ലക്ഷം ആൾക്കാരാണ് അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് 50,000 മാത്രമേ ഉള്ളൂ. അപ്പം അത് എത്തിപ്പെടാൻ പറ്റാത്തൊരു, പിന്നെ ക്യാഷ് ഉണ്ടെങ്കിൽ നടക്കും, അത്രയും ക്യാഷ് വേണം. പിന്നെ ഓപ്ഷൻ എന്ന് പറയുന്നത് അബ്രോഡ്. അപ്പൊ അബ്രോഡ് നോക്കുന്നത് ഫിലിപ്പീൻസ് ആണ് ഞാൻ ആദ്യം നോക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഫാമിലി മൊത്തം ഡിസ്കഷൻ ആയി, മാപ്പൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഇതിന്റെ ചുറ്റിനും കുറെ ഐലൻഡ്സ്, കാര്യങ്ങള്, പ്രകൃതിക്ഷോഭം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് എല്ലാവർക്കും പേടി. പിന്നെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ജോർജിയ എന്തുകൊണ്ട് മനസ്സിൽ കയറി വന്നതെന്ന് വെച്ചാൽ എൻ്റെ കസിൻസ് അവിടെയാണ് പഠിച്ചത്. അപ്പോൾ അതുള്ളതുകൊണ്ട് എൻ്റെ ഫാദറും മദറൊക്കെ പറഞ്ഞു ഓക്കെ എന്നാൽ അത് ചൂസ് ചെയ്തു. അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഏതാന്ന് വെച്ചാൽ നോക്കിക്കോ, എന്നിട്ട് നമുക്ക് അത് ചൂസ് ചെയ്യാം. സോ ഫൈനലി ഏതായിരുന്നു ആ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ ചൂസ് ചെയ്തത്? അതൊരു ലോങ് സ്റ്റോറിയാണ്. സോ ഞാൻ ചൂസ് ചെയ്തത് TSMU, ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ബട്ട് ഐ ഗ്രാജുവേറ്റഡ് ഫ്രം ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി. Like you graduated from East Europe? Yes. Means you took a transfer. Okay. Yeah. So Tbilisi State Medical University joined ചെയ്തിട്ട് you took a transfer to East Europe. To East European. But why? I didn't like what TSMU offered. Okay. കാരണം കംപ്ലീറ്റ്ലി ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. Okay. TSMU ഈവൻ നമ്മളിപ്പോൾ ഫസ്റ്റ് ഇയർ ചെല്ലുന്ന സമയത്ത് തന്നെ ഇപ്പോൾ നമ്മളൊരു ക്ലാസ്സിൽ കയറുമ്പോൾ
ഇറ്റ്സ് എ കൺജസ്റ്റഡ് പ്ലേസ് വിത്ത് സോ മച്ച് സ്റ്റുഡൻസ്. ഓക്കെ അവർ ഒരു ഇൻടേക്കിൽ തന്നെ ഒരുപാട് സ്റ്റുഡൻസിനെ എടുക്കുന്നത്. ഓക്കെ അപ്പോൾ ആ ക്വാളിറ്റി നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. നമ്മൾ Okay. ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് ഇങ്ങനെ ആ പ്രൊഫസർ ഇംഗ്ലീഷ് പോലും നല്ലോണം അറിയാത്ത പ്രൊഫസേഴ്സ് ഇരുന്ന് എന്തൊക്കെയോ പറയുന്നു കേൾക്കുന്നു, Okay. പോകുന്നു. ഓക്കെ ഇതായിരുന്നു TSMൽ നടന്നുകൊണ്ടിരുന്നത്. സോ എനിക്ക് പേഴ്സണലി അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. മാത്രമല്ല എൻ്റെ കോഴ്സിനെയും എല്ലാം നല്ല രീതിയിൽ അത് ബാധിക്കുകയും ചെയ്തു. ഈവൻ നമ്മൾ അവിടെ MCQ എന്നുള്ള രീതിയിലല്ല എക്സാംസ് മിക്ക സബ്ജക്ട്സിനും. നമ്മൾ ഓറൽ എക്സാമാണ് കൊടുക്കുന്നത്. ഓക്കെ അപ്പോൾ ആ പർട്ടിക്കുലർ പ്രൊഫസറിന്റെ മൂഡ് അനുസരിച്ചായിരിക്കും അവർ മാർക്ക് ഇടുന്നത്. ഓക്കെ അവർക്ക് ആ സമയത്ത് എന്താണ് മൂഡ്, ഓക്കെ എഫ് അങ്ങനെയുള്ള രീതിയിലാണ് Okay. ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതൊന്നും ആ ഒരു രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇങ്ങനെ തള്ളി നീക്കി ആ സമയത്താണ് അവർ പെട്ടെന്ന് റൂൾ ചേഞ്ച് ചെയ്തു. അതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സബ്ജക്റ്റ് ഇപ്പം ബാക്ക് ആയാൽ പോലും പ്രശ്നമില്ല, ആ സബ്ജക്റ്റിന് മാത്രം ക്യാഷ് അടച്ചിട്ട് അത് സമ്മർ വെക്കേഷൻ ക്ലാസ്സസ് എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, അതിനകത്ത് തീർത്തിട്ട് നമുക്ക് പോവാം. പക്ഷെ ഇവരെന്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം സ്റ്റുഡൻസിനെ അവിടേക്ക് പിടിച്ചിടാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസിനെ ബാക്ക് ആക്കും. മനഃപൂർവ്വം ഇയർ ബാക്ക് അല്ല, സെമിസ്റ്റർ ബാക്ക്. സെമസ്റ്റർ ബാക്കി ഓക്കെ അപ്പോൾ വൺ സബ്ജക്റ്റ് ആവട്ടെ, 2 സബ്ജക്ട്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ദേ വിൽ ബാക്ക് ദാറ്റ് സെമിസ്റ്റർ. ആൻഡ് ആ സ്റ്റുഡന്റിന് ആ സെമിസ്റ്ററിൽ കംപ്ലീറ്റ് ഫീ again you have to pay the fees അഗൈൻ. okay അപ്പൊ അതൊരു that ബേർഡൻ means ആയിട്ട് 6500 half Half. okay നമ്മളിനി അപ്പൊ ഈ ഓറൽസിന് മൂഡ് അനുസരിച്ച് മാർക്ക് ഇടുന്ന പ്രൊഫസേഴ്സ് ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ധൈര്യത്തിൽ പഠിക്കും? okay അപ്പോൾ മാക്സിമം എൻ്റെ ബാച്ചിൽ തന്നെ ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ട്രാൻസ്ഫർ ചെയ്തു. okay തേർഡ് ഇയർ ആയപ്പം ഇന്ന് കാരണം ഒരു ക്ലിനിക്കൽ പ്രാക്ടിക്കലാണ് ഒരു ഡോക്ടറിന്റെ ബേസ് ആയിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും അപ്പോൾ ഒരു പ്രാക്ടിക്കൽ കിട്ടാതെ നമ്മൾ എങ്ങനെ അവിടെ നിന്ന് പഠിക്കും? ഒരു പ്രാക്ടിക്കലിന് ഒരു ക്ലിനിക്കിൽ ചെല്ലുമ്പം അവിടെ അടിപിടിയാണ്. ഞാൻ ആ സർജറി പോവാം, നീ ആ സർജറി പോവും. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷനും അവിടെ ഒരു കോമ്പറ്റീഷൻ പോലെ തോന്നുന്നു എനിക്ക്. Okay. ഞാൻ പഠിക്കുവാണോ അതോ അടിപിടി കൂടാൻ പോവാണോ, Okay. ആ ഒരു ഫീലാണ് നമുക്ക് വരുന്നത്. okay സോ ഐ ചോസ് East European. So ഒരു വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, Yeah. ജോർജിയയിലെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആണോ ചൂസ് ചെയ്യേണ്ടത് അതോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യേണ്ടത്? ഞാൻ ചോദിക്കാൻ കാരണം ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുത്തിട്ട് ഈസ്റ്റ് യൂറോപ്പിലെ ട്രാൻസ്ഫർ മേടിച്ച് ഗ്രാജുവേറ്റ് ആയ ഡോക്ടറാണ്. സോ യു ക്യാൻ ആൻസർ ദിസ് വെൽ. ഡെഫിനറ്റ്ലി ഗോ ഫോർ പ്രൈവറ്റ്. ഓക്കെ സോ ദ മെയിൻ ഇഷ്യൂ ഈസ് കാരണം ഇപ്പം നമ്മൾ ഇന്ത്യയെ വെച്ച് ഒരിക്കലും ജോർജിയയെ കാണരുത്. ഇന്ത്യയിൽ നമ്മൾ എന്താ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലാണ് മെയിൻ ആയിട്ട് പോകുന്നത്. അതെ പക്ഷേ അതാണ് എല്ലാവരും Yeah. റിലേറ്റ് ചെയ്തത്. ജോർജിയയിൽ ഒരിക്കലും അങ്ങനെയല്ല. Okay. ജോർജിയയിൽ അവിടുത്തെ ആൾക്കാരുടെ ജീവിത രീതി, അവരുടെ മണി പവർ എല്ലാം വെച്ചിട്ട് അവർ പ്രൈവറ്റ് ആണ് ചൂസ് ചെയ്യുന്നത്. കാരണം ഇൻഷുറൻസ് ബേസ് ചെയ്തിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ Okay. കൂടുതൽ ഇൻഷുറൻസ് കിട്ടാൻ ചാൻസസ് ഇതേപോലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാണ്. ഓക്കെ അപ്പം അവർ അവിടുത്തെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ ഡെഫിനറ്റ്ലി ദേ വോണ്ട് ടു ചൂസ് പ്രൈവറ്റ് ക്ലിനിക്സ് ആൻഡ് എവരിതിങ്. ഓക്കെ സോ യു മീൻ ടു സേ ഇഫ് യു വാണ്ട് ടു ഹാവ് ഒരു ബെറ്റർ ക്ലിനിക്കൽ എക്സ്പോഷർ ഡെഫിനറ്റ്ലി ചൂസ് എ Private. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. Definitely ഓക്കെ സോ ജോർജിയയില് ടിബിലിസിയിൽ മാത്രം എനിക്കൊന്ന് 27ഓളം യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അല്ലെ? 33 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. 33 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സോ എങ്ങനെയാണ് ഒരു സ്റ്റുഡന്റ് കൺഫ്യൂസ്ഡ് ആവാതെ ചൂസ് ചെയ്യുക ഒരു യൂണിവേഴ്സിറ്റി? ആക്ച്വലി ഇറ്റ്സ് വെരി ഈസി. നമ്മുടെ നാട്ടിലെ പോലെ മെഡിക്കൽ കോളേജസ് അല്ല അവിടുത്തെ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ അവർക്ക് ഇപ്പം സ്വന്തമായിട്ട് ഹോസ്പിറ്റൽസ് ഉള്ള യൂണിവേഴ്സിറ്റീസ് വളരെ കുറവേ ഉള്ളൂ. ഓക്കെ ടിബിലിസിയിൽ 33 അത് എല്ലാ എല്ലാത്തിനും യൂണിവേഴ്സിറ്റീസ് ഇല്ല. ഇല്ല. ഓക്കെ ഇല്ല. ഓക്കെ മിക്കതും അസോസിയേറ്റ്, അത് പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന ക്ലിനിക്സ് ആണ് കൂടുതലും. ഓക്കെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? സ്വന്തമായിട്ട് ഹോസ്പിറ്റൽസ് ഉള്ള ഏത് യൂണിവേഴ്സിറ്റി ആണോ എത്ര യൂണിവേഴ്സിറ്റീസിൽ ഉണ്ടാവും സ്വന്തമായിട്ട്? വിരലിൽ ഉണ്ടാവുന്ന യൂണിവേഴ്സിറ്റീസേ ഉള്ളൂ. അപ്പൊ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസ് ഈ സിറ്റീസിലുള്ള മറ്റ് മറ്റേ അറ്റാച്ച്ഡ് ഹോസ്പിറ്റൽസുമായിട്ട് ടൈപ്പ് ചെയ്യുക, ഓക്കെ പാർട്ട്ണർഷിപ്പ് ചെയ്യുക. സോ Okay. അതിലേക്കാണ് ഈ പറയുന്ന അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് എല്ലാം 3000-4000 സ്റ്റുഡൻസിനെ കയറ്റി വിടുന്നത്. ഓക്കെ സോ അപ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി കിട്ടുള്ളൂ. സോ ഡോക്ടർ, നമ്മുടെ നാട്ടിൽ നിന്ന് ജോർജിയയിലോട്ട് പഠിക്കാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസും ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലുള്ള യൂണിവേഴ്സിറ്റീസ് ആണോ ചൂസ് ചെയ്യുന്നത്? ഈ പ്രൊമോട്ട് ചെയ്യുന്ന പറഞ്ഞ യൂണിവേഴ്സിറ്റീസ് അവർ ഒരു ബിൽഡിംഗ് മാത്രം കാണിച്ചിട്ട് 2000-3000 സ്റ്റുഡൻസിനെ അവിടെ കൊണ്ടുപോയി ഇടുന്നു. ഓക്കെ എന്നിട്ട് അവർ ഈ ബാക്കി സ്റ്റുഡൻസ് ആണ് പെട്ടുപോകുന്നത്. അവർക്ക് പ്രാക്ടിക്കൽ ഇല്ല, ഒന്നുമില്ല. കാരണം ഇവർക്ക് ആർക്കും സ്വന്തമായിട്ട് ഹോസ്പിറ്റൽസ് ഇല്ല. ഓക്കെ സോ ഇവർ പോകുന്നത് എങ്ങനെയാണ്? നീറ്റ് ക്വാളിഫൈ ആകത്തില്ല, അല്ലെങ്കിൽ 50% മാർക്സ്, ഇതൊക്കെ വെച്ചിട്ടാണ് ക്വാളിഫൈ ആവാത്തയും 50 സ്റ്റുഡൻസ് ആണ് മാക്സിമം maximum വരുന്നുണ്ട്. പോകുന്നത്. അതിപ്പോ കേരളത്തിൽ മാത്രമെന്നല്ല ഞാൻ പറയുന്നത്, Okay, okay. ഇന്ത്യ മൊത്തത്തിൽ. ഈവൻ Okay. GCCയിലും ഉണ്ട് നമ്മളെ സ്റ്റുഡൻസും കാര്യങ്ങളും എല്ലാം. Okay. ഇവരെല്ലാം എങ്ങനെയാണ് പോകുന്നത്? പിന്നെ ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ നീറ്റ് ക്വാളിഫൈ മസ്റ്റ് ആണ് നമുക്ക് വിസ എടുക്കാൻ വേണ്ടിയിട്ട്. Okay. ഇതിന് ചിലവര് ഉടായ്പ അടിക്കുന്നുണ്ട്, വേറെ കോഴ്സസിന് എൻറോൾ ചെയ്യിപ്പിച്ചിട്ട് Okay. അങ്ങനെ കൊണ്ടുവന്ന. ദർ ഇസ് നോ യൂസ്.
ഇങ്ങനെ ഒരുപാട് കുട്ടികൾ വരുമ്പോൾ ഈ പഠിക്കാൻ ഇന്റന്റ് ഉള്ള ആൾക്കാർക്ക് പോലും പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഒരു ഇഷ്ടത്തിലാണ് അവർ വരുന്നത്. അപ്പോൾ ആ ഒരു പാഷൻ വെച്ചിട്ട് അവർക്ക് വേണ്ട ഒരു പ്രാക്ടിക്കൽ പോലും അവർക്ക് കിട്ടുന്നില്ല. അവരും കഷ്ടപ്പെടുകയാണ്. ഈ ഡിഗ്രി സേക്ക് ചെയ്ത് വരുന്ന സ്റ്റുഡൻസ് ഒരു സൈഡിൽ, നല്ല സ്റ്റുഡൻസ് വേറൊരു സൈഡിൽ, അങ്ങനെയാണ് ഇരിക്കുന്നത്. സോ എന്തുകൊണ്ട് ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി? അതിൻ്റെ ഉള്ള ആൻസേഴ്സ് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇവിടെ അഗെയിൻ അവിടെ ഇപ്പം ജോർജിയയിൽ ഫസ്റ്റ് നല്ല ക്വാളിറ്റി സ്റ്റുഡൻസിനെ എടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി. അതായത് 60 to 65-70% മാർക്കുള്ളവരെയാണ് അവിടെ എടുക്കുന്നത്. മാത്രമല്ല നീറ്റ് ക്വാളിഫിക്കേഷൻ ഈസ് എ മാൻഡറ്ററി. സോ അങ്ങനെയുള്ള സ്റ്റുഡൻസിനെയാണ് അവിടെ എടുക്കുന്നത്. പിന്നെ അനദർ തിങ് അഗെയിൻ ഹോസ്പിറ്റൽ, സ്വന്തമായിട്ട് അവിടുത്തെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ഫെസിലിറ്റീസ് കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഉള്ള യൂണിവേഴ്സിറ്റി ഡെഫിനറ്റ്ലി EU. അതുകൊണ്ട് ചൂസ് ചെയ്യാം. പിന്നെ തേർഡ് തിങ്, നമുക്ക് അവിടെ അനാറ്റമി ടേബിൾ, അതേപോലെ എക്സ്പെൻസീവ് ടോസോ മാനിക്വൻസ്, അനാറ്റമി ഡൈസെക്ഷൻ ടേബിൾ, AI യൂസ് ചെയ്ത് നമ്മൾ പഠിപ്പിക്കുന്നതാണ്. അത് EUലേ ഉള്ളൂ. സോ അങ്ങനെയുള്ള മോസ്റ്റ് മോഡേൺ ഫെസിലിറ്റീസ് ആണ് EU പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ നമുക്ക് പ്രാക്ടിക്കൽ നോളജ് തരാൻ വേണ്ടിയിട്ട് മാനിക്വൻസ്, ടോസോസ്, എവ്രിതിങ്, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിൽ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് ആൾക്ക് വേണ്ടതെന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് ആണ്, അക്കാഡമിക് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ അതിന് നല്ലൊരു ബേസ് കൊടുക്കുന്നുണ്ട് ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി. ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻസ് ക്ലബ് ഉണ്ട്, ന്യൂറോസീൽ എന്ന് പറഞ്ഞിട്ട്, ഞാൻ തന്നെയാണ് അതിൻ്റെ ഫൗണ്ടർ. സോ അങ്ങനെ ഒരു ക്ലബ്ബ് യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ സ്റ്റുഡൻസ് ക്ലബ്ബാണത്, മെഡിക്കൽ റിലേറ്റഡ്. അപ്പോൾ അതേപോലെ സ്റ്റുഡൻസിന് ഇനിയും ക്ലബ്സുകളിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ അതേപോലെ സ്കോളർഷിപ്പ് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. അത് 3.5 GPA എബോവ് വരുന്ന സ്റ്റുഡൻസിന് യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഇറാസ്മുസ് പ്ലസ് പ്രോജക്റ്റ്, യൂറോപ്യൻ യൂണിയന്റെ ഒരു ഇന്റേൺഷിപ്പ് പ്രോജക്റ്റ് ആണ്, അതും യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പ്രോജക്റ്റിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് പോളണ്ട് പോലുള്ള രാജ്യങ്ങളിലേക്കായിരുന്നു സ്റ്റുഡൻസിന് പോകാൻ പറ്റും. ട്രാവൽ ചെയ്ത് ഒരു 6 മാസം അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിപ്പോ എനിക്ക് തോന്നുന്നു ജർമ്മനി, പോർച്ചുഗൽ പോലുള്ള രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. പിന്നെ അതേപോലെ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട്. സ്വന്തമായിട്ട് ഫുട്ബോൾ ഗ്രൗണ്ട്, അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസ് ക്യാമ്പസിൽ തന്നെ ഉണ്ട്. പിന്നെ അതേപോലെ ഈ ആർട്സ് പ്രോഗ്രാംസ്, സ്പോർട്സ് റിലേറ്റഡ് പ്രോഗ്രാംസും ചെയ്യുന്നുണ്ട്. ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്, എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് ലൈഫ് ഒരു അടിപൊളിയായിരിക്കും. ഒരു ക്യാമ്പസ് ഫെസിലിറ്റിയിൽ കിട്ടുന്ന ഒരു സംഭവം വരും. സോ നമുക്ക് ഇപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റില്ല. സോ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് PG അതൊക്കെ നമുക്ക് ഫോക്കസിൽ വരണം. സോ അപ്പോൾ നമുക്ക് പല ഇപ്പോൾ USMLE ഉണ്ട്, UKയുടെ പ്ലാബ് ഉണ്ട്, AMC ഓസ്ട്രേലിയ ഉണ്ട്. സോ ഇതിലേക്ക് നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാന്ന് പറഞ്ഞൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ടും ഈ EUല് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ആംബസ് എന്ന് പറഞ്ഞിട്ട്. ആംബസ്, AMBOSS. സോ ഈ ആംബസിന്റെ അംബാസിഡർ ആണ് ഞാൻ. EUല് ആണ് എനിക്ക് അംബാസിഡർഷിപ്പ് തന്നേക്കുന്നത്. സോ ഈ ആംബസുമായിട്ട് ചേർന്നിട്ട് സ്റ്റുഡൻസിന് ഈ ഒരു പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിന് പഠിക്കാനുള്ള ഫെസിലിറ്റീസ് കൊടുക്കുക. ഇതെല്ലാം പ്ലാറ്റ്ഫോം ലൈസൻസിംഗ് എക്സാംസിന്റെ കോച്ചിങ് കൊടുക്കുന്നുണ്ട് ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിൽ. അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ആണ് ഹുസാം ഷെരീഫ്. He already passed USMLE Step 1. സോ അത് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് കൊടുക്കുന്നതിന്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. യെസ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോം വേറെ അധികം യൂണിവേഴ്സിറ്റീസിലൊന്നും ടൈപ്പ് ആവുന്നില്ല. FMG കോച്ചിങ്ങും EUലുണ്ട്. ഇവിടെ നാട്ടിൽ നിന്നൊക്കെ ഡോക്ടേഴ്സ് അവിടെ വന്ന് സ്റ്റുഡൻസിന് കോച്ചിങ് എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിപ്പോൾ ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ സ്റ്റുഡൻസിന് അതിനുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈസി ആവും. 6th ഇയറിൽ പാസ് ഔട്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ് പോയി എഴുതാം. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അവർക്ക്. സോ FMGയിൽ 19 സബ്ജക്ട്സ് ഉണ്ട്. അതിനകത്ത് 12 സബ്ജക്ട്സിന്റെയും ടീച്ചേഴ്സ് ഡയറക്റ്റ് അവിടെ വന്നിട്ട് എടുക്കുന്നുണ്ട്. ഈ 6 വർഷത്തിനിടയിൽ ആൾമോസ്റ്റ് 12 സബ്ജക്ട്സ് ഓൺ ക്യാമ്പസ് കവർ ചെയ്ത് ആ ഫെസിലിറ്റിയിൽ പഠിച്ച് പോകുന്നുണ്ട്. അത് അവർക്ക് ഈസി ആയിട്ട് വരികയാണ്. പിന്നെ ഇപ്പം ക്യാമ്പസ് ഏരിയ, US എംബസി ഇവിടെയാണെങ്കിൽ ക്യാമ്പസ് ഇവിടെയാണ്. very near to university premises. So ഇപ്പോൾ സേഫ്റ്റി ഒക്കെ ഈ എംബസി ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഏറ്റവും സേഫസ്റ്റ് ലൊക്കേഷനിലാണ് യൂണിവേഴ്സിറ്റി വരുന്നത്. ഓൾറെഡി ജോർജിയ ഈസ് വൺ ഓഫ് ദി സേഫസ്റ്റ് കൺട്രി. ഇറ്റ് ഈസ് വൺ ഓഫ് ദി സേഫസ്റ്റ് കൺട്രി. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ഒരു സേഫാണ് ഈ എംബസി ഇരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമുക്കിപ്പം ഒരു ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആദ്യം നോക്കുന്നത് ഇവിടെ എന്തുണ്ട്, ഷോപ്പിംഗ് സെന്റേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ടോ. സ്റ്റുഡന്റ് ലൈഫ് ഈസ് ഇമ്പോർട്ടന്റ്. ജസ്റ്റ് ക്ലോസ് നിയർ ബൈ
അവിടുത്തെ ഏറ്റവും ആദ്യത്തെ ഷോപ്പിംഗ് മോൾ ഉണ്ട്, ടിബിലിസി മോൾ. ഓക്കെ. ഇത് ജസ്റ്റ് ക്യാമ്പസിന് തൊട്ടടുത്ത്. വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ബസ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ എപ്പോഴും അവൈലബിൾ ആണ്. ഓക്കെ. മാത്രമല്ല സ്റ്റുഡൻസിന് ഡിസ്കൗണ്ട് ആണ്. അവിടെ 1 ലാറി എന്ന് പറഞ്ഞാൽ അവിടുത്തെ കറൻസി. yeah. സോ 1 ലാറിയാണ് നോർമൽ റേറ്റ്, പക്ഷെ സ്റ്റുഡൻസിന് അത് 20 ടെട്രേ ഉള്ളൂ, Okay. 80% ഓഫാണ്. ഓക്കെ. പിന്നെ മാത്രമല്ല ഇതിന്റെ യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്ത് വേറെ അവിടുത്തെ ഏറ്റവും വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഗുഡ്വിൽ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു ഏരിയ ആണ്. സോ നല്ല സേഫ്റ്റിയാണ് അവിടെ കൊടുക്കുന്നത്. പിന്നെ അവിടെ ബിൽഡിങ്സ് നമ്മളിപ്പം താമസിക്കുന്നത് നോക്കും, നമ്മളൊരു ഹോംലി എൻവയൺമെന്റ് വേണം എന്നൊക്കെയാണ് സ്റ്റുഡൻസിന് ആഗ്രഹം. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും ന്യൂ ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ്സ് ആണ് അവിടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അപ്കമിങ് അപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുമ്പോൾ ബ്രാൻഡ് ന്യൂ ആയിരിക്കും. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും അപ്പാർട്ട്മെന്റ് ഫെസിലിറ്റി. അവിടെ ഏറ്റവും നല്ല അപ്പാർട്ട്മെന്റ്സ്, ലിവിംഗ് ഫെസിലിറ്റീസ്, ഈവൻ നമ്മൾ ഒരു ചിപ്പ് വേണം നമ്മൾ അപ്പാർട്ട്മെന്റ്സ് ആക്സസ് ചെയ്യാൻ പോലും, അത്രയ്ക്ക് സേഫ്റ്റിയാണ്. മോസ്റ്റ് മോഡേൺ ഫെസിലിറ്റീസ് ആണ്, കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ. എന്താ ഇപ്പോഴത്തെ ഡോക്ടറിന്റെ പ്ലാൻ, എന്താ കാര്യങ്ങൾ നടക്കുന്നത്? സോ ഇപ്പോൾ ഞാൻ AMC ഓസ്ട്രേലിയയുടെ എക്സാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. എനിക്ക് ഡെർമറ്റോളജി ഫീൽഡ് എടുക്കാനാണ് താല്പര്യം. സോ സംഹൗ ഐ നീഡ് ടു ഗെറ്റ് ദാറ്റ്. സോ ഇതൊക്കെ ഒന്ന് ഒതുങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ജോർജിയയിൽ അഗെയിൻ ടു വിസിറ്റ്. എക്സാം കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഡെഫിനറ്റ്ലി ഐ ആം ഈഗർലി വെയിറ്റിംഗ് ഫോർ അനദർ വിസിറ്റ്. ഓക്കെ. സോ എന്തൊക്കെ ഉണ്ടായി ടിബിലിസി ഇത്രയും മിസ് ചെയ്യാൻ, അല്ലെങ്കിൽ ജോർജിയ ഇത്രയും മിസ് ചെയ്യാൻ കാരണം? മെയിൻലി ഫ്രീഡം. അത് നമ്മളെ കാര്യം നോക്കി നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അതേസമയം പ്രശ്നക്കാരും ഉണ്ട്, നമ്മൾ ആ സൈഡിലോട്ട് നോക്കണ്ട. നമ്മളെ കാര്യം നോക്കി നമ്മൾ അടിപൊളിയായിട്ട് പോവുക. ടിബിലിസി ഈസ് ഓസം, കളർഫുൾ. പിന്നെ സിറ്റിയുടെ ആ ഒരു വൈബ് അതെന്ന് പറയുന്നത് നമ്മൾ ഒരു ബാംഗ്ലൂർ സിറ്റിയിൽ പോകുന്നതിൻ്റെ ആ സെയിം വൈബായിരിക്കും ടിബിലിസിയിൽ വരുമ്പോൾ. നമ്മൾ മൾട്ടി കൾച്ചേർഡ് പീപ്പിൾ, പല രാജ്യത്തു നിന്നുള്ള ആൾക്കാർ വരിക, നമുക്ക് അവരുടേതായിട്ടുള്ള കൾച്ചേഴ്സ് പഠിക്കുക. ഒരുപാട് യൂറോപ്യൻസ് വരുന്നുണ്ടോ? ഇഷ്ടം പോലെ വരുന്നുണ്ട്, കാരണം യൂറോപ്യൻ ക്ലോസ് ആണ്. ഡെഫിനറ്റ്ലി ഇഷ്ടം പോലെ ഇത് ആൾക്കാർ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ജോർജിയ മാത്രമേ ഉള്ളൂ ഒരു ഹോൾ സിറ്റി ക്യാമ്പസ് ആയിട്ടുള്ളത്. യെസ്, നമുക്ക് ആ ഒരു ക്യാമ്പസിനുള്ളിൽ മാത്രമാണ് നമ്മൾ എന്ന് ഫീൽ ചെയ്യത്തില്ല. നമുക്ക് ഏത് സമയത്താണ്, പാതിരാത്രി 1 മണിയാവട്ടെ 2 മണിയാവട്ടെ, നമുക്ക് സുഖമായിട്ട് പോയി എക്സ്പ്ലോർ ചെയ്യാൻ. ഒരു സ്റ്റുഡന്റ് സിറ്റി അല്ലേ ഇത്രയും യൂണിവേഴ്സിറ്റി, അതിൽ തന്നെ ഇന്ത്യൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്പെയിൻ, പോർച്ചുഗൽ, ഇഷ്ടംപോലെ യൂറോപ്യൻസ് വരുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ വരുന്ന ഒരു സിറ്റിയാണ്. കാരണം അത്രയ്ക്ക് ഓപ്പൺ മൈൻഡഡ് ആൾക്കാരാണ് അവിടെ ഉള്ളത്. ഡെഫിനറ്റ്ലി ദേ ഗോണ സപ്പോർട്ട് us. ഓക്കെ. സോ ഈ വർഷം അഗെയിൻ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ജോർജിയയിലോട്ട് പോകാനുണ്ടാവും. എന്താണ് അവരോട് പറയാനുള്ളത്? എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടിബിലിസി എന്ന് പറയുന്ന അടിപൊളി പ്ലേസ് ആണ്. ജോർജിയയിൽ ടിബിലിസി തന്നെ ചൂസ് ചെയ്യുക, ബത്തൂമി ഒന്നും പോകാതിരിക്കുക. അപ്പോൾ അവർക്ക് ആ ഒരു നല്ലൊരു പ്ലേസ് ചൂസ് ചെയ്ത് ഒരു മനസ്സംതൃപ്തി വരും. പിന്നെ മെയിൻലി ചൂസ് വൈസ്ലി യൂണിവേഴ്സിറ്റീസ്, സ്വന്തമായിട്ട് ഹോസ്പിറ്റലുള്ളത്, നേരത്തെ പറഞ്ഞ പോലെ അത് സ്ട്രിക്ട്ലി ചൂസ് ചെയ്യുക. പിന്നെ ഇപ്പോഴത്തെ FMG റൂൾസ് സ്ട്രിക്ട്ലി നോക്കുക. അതിനകത്ത് പുതിയ റൂൾ വരുന്നുണ്ട്, സ്വന്തമായിട്ട് ക്ലിനിക്കുള്ള യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക. മാത്രമല്ല ഇപ്പോൾ ചൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആലോചിക്കും ട്രാൻസ്ഫർ ചെയ്താലോ എന്നുള്ളൊരു ചിന്ത വരും. വി കാൻ നോട്ട് ഡു ദാറ്റ്. എനിക്ക് അന്ന് ചെയ്യായിരുന്നു, പക്ഷെ അത് 2021 ശേഷമുള്ള സ്റ്റുഡൻസിന് പറ്റില്ല. അത് റൂൾ ഉണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ജോർജിയയിൽ പോകുമ്പോൾ ഏതൊരു കൺട്രിയിലെ പോലെയും അവിടെ ഉണ്ട് പ്രശ്നക്കാർ. ഇപ്പം ഡ്രഗ്സ്, അതേപോലെ കഞ്ചാവ് കാര്യങ്ങളെല്ലാം അവിടെ റീഡ്ലി അവൈലബിൾ ആണ്. അങ്ങോട്ടേക്ക് നോക്കാതിരിക്കുക, നശിക്കാനുള്ളവർ നശിക്കും, അങ്ങനെ കേട്ടിട്ടില്ല. തീർച്ചയായിട്ടും. സോ നമ്മൾ പഠിക്കാനാ പോയത്. സോ ആ രീതിയിൽ നമ്മൾ മുന്നോട്ടേക്ക് പോവാം. വി വിൽ എൻഡ് അപ്പ് ഇൻ എ വെരി ഗുഡ് വേ. സോ ഓൾ ടുഗദർ സമ്മറി പറയുകയാണെങ്കിൽ, ചൂസ് വൈസ്ലി, നല്ലൊരു യൂണിവേഴ്സിറ്റി പോവുക, നല്ലോണം പഠിക്കുക. യു വിൽ ഹാവ് എ ഗുഡ് ഫ്യൂച്ചർ. A great experience. A great experience. Okay, thank you, doctor. Thank you so much.